റിജ്സും മിൻ അമലിശ് ശൈത്താൻ. മദ്യവും ചൂതാട്ടവും പ്രശ്നം വെക്കലൊക്കെ പിശാചിന്റെ പണിയാണ്, പിശാചിന്റെ പ്രവർത്തനമാണ്. ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ അതിനെ ഉപേക്ഷിക്കുമോ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. ഇന്നമാ യുരീദു ശൈത്താൻ അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംറി വൽ മൈസിർ വയസുദ്ദുകും അൻ ദിക്രില്ലാഹ് വഅനിസ് സ്വലാത്തി ഫഹൽ അൻതും മുന്തഹൂൻ. ഇന്നമാ യുരീദു ശൈത്താൻ, തീർച്ചയായും പിശാച് ഉദ്ദേശിക്കുന്നത് ഈ അയ്യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംറി വൽ മൈസിർ, മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും പരസ്പര വിദ്വേഷങ്ങളും വെറുപ്പുകളും നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കാനാണ് പിശാച് ശ്രമിക്കുന്നത്. വയസുദ്ദുകും അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു നിർത്തലും വഅനിസ്സലാ, നിസ്കാരത്തിൽ നിന്ന് നിങ്ങളെ തടയലുമാണ് മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും പിശാച് ശ്രമിക്കുന്നത്. ആയതുകൊണ്ട് ഫഹൽ അൻതും മുന്തഹൂൻ, അത് ഒഴിവാക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? അത് ഒഴിവാക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? സഹാബത്ത് വിളിച്ചു പറയാൻ തുടങ്ങി, ഇന്ദഹൈനാ യാ റസൂലല്ലാഹ്, ഇന്ദഹൈനാ യാ റസൂലല്ലാഹ്, ഞങ്ങളതാ നിർത്തി നബിയെ, ഞങ്ങളതാ നിർത്തി. അബൂ തൽഹയുടെ വലിയ ഒരു മദ്യശാല ഉണ്ടായിരുന്നു. മദീനത്ത് കൂടിയിട്ട് അതിന്റെ ചാലുകൾ തന്നെ ഒഴുകി എന്നാണ് ഈ ആയത്തിറങ്ങിയപ്പോ ഞങ്ങളൊക്കെ ദാ നിർത്തിയിരിക്കുന്നു പറഞ്ഞിട്ട് മദ്യത്തിന്റെ ചഷങ്ങളൊക്കെ അങ്ങോട്ട് കമത്തി അങ്ങോട്ട് ഈ മണൽത്തരികളൊക്കെ പുഴകളായി മാറി എന്ന് പറയുമ്പോ, സഹോദരങ്ങളെ, നിർത്താനെന്ന് ഞാൻ തീരുമാനിച്ച് നമുക്ക് നിർത്താൻ കഴിയും. പക്ഷേ നാം കുടിക്കണമെന്ന് തീരുമാനിച്ചാൽ കുടിച്ചുകൊണ്ടേയിരിക്കും. മദ്യം നിഷിദ്ധമാണെന്ന് അറിഞ്ഞതുകൂടെ സ്വഹാബാക്കൾ പൂർണ്ണമായി നശിപ്പിച്ചു കളഞ്ഞു. സഹാബാക്കൾ അത് പൂർണ്ണമായി നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, ആ മദ്യത്തിൽ നിന്ന് പൂർണ്ണമായും നാമും പിന്മാറുക. പൂർണ്ണമായും ഈമാനുണ്ടോ എങ്കിൽ ലഹരി ഉപയോഗിക്കരുത്. ലഹരി വിളമ്പുന്ന സദസ്സുകളിൽ പോലും ഇരിക്കരുത്. മദ്യപാനവും ലഹരി ഉപയോഗവും ഈമാൻ തന്നെ നഷ്ടപ്പെടുത്തി കളയുന്ന നീച്ച പ്രവർത്തനമാണ്. ഹബീബായ പ്രവാചകൻ പറഞ്ഞു, ലാ യശ്റബു ശാരിബു ഹീന യശ്റബു വഹുവ മുഅ്മിൻ, ഒരു മുഅ്മിനും മദ്യപിക്കുകയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു മുഅ്മിനും മദ്യപിക്കുകയില്ല. മുഅ്മിനാണോ അവനും മദ്യപിക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. കാരണം അവൻ മദ്യത്തിന്റെ കോപ്പയെടുത്ത് അല്ലെങ്കിൽ കുട്ടിയെടുത്ത് അവന്റെ വായിലേക്ക് വെച്ച് അത് തൊണ്ടയിൽ നിന്ന് താഴോട്ടിറങ്ങുമ്പോ അവന്റെ തകന്റെ മുകളിലേക്ക് ഒരു കൊട പോലെ അവന്റെ ഈമാൻ ഉയർത്തപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ഒരു വിശ്വാസിയായിരിക്കെ മദ്യപിക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ മദ്യം തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങുമ്പോ അവന്റെ ഉള്ളിൽ നിന്നും അല്ലാഹു ഈമാനിനെ ഉയർത്തി നിർത്തും. ഏതുവരെ? ഈ മദ്യത്തിന്റെ ലഹരി തീരുന്നത് വരെ. അതിനിടയിൽ മരിച്ചാൽ ആര് കൊണ്ടു നമ്മൾ അടക്കും? എവിടെ അടക്കും? സ്വാലിഹായ മനുഷ്യ മരിച്ചതിന്റെ ഓരത്ത് അടക്കല്ലവനെ. അവനെ ഖബർസ്ഥാനിന്റെ ഏതെങ്കിലും മൂലയിലേക്ക് അവനെ കൊണ്ടുപോയി ചാർത്തിയിടണം. ഇന്നങ്ങനെ ചെയ്യുന്ന പള്ളികളുണ്ട്. കാരണം ഒരു മനുഷ്യന്റെ ഖബറടക്കുമ്പോ ആ മനുഷ്യനിലൂടെ ഇറങ്ങുന്ന റഹ്മത്ത് മറ്റ് ഖബറാളികൾക്കും വ്യാപിക്കുമെന്നും സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ. സ്വാലിഹായ മനുഷ്യൻ, അതുകൊണ്ട് ആ സ്വാലിഹിന്റെ കൂടെ ഖബറടക്കണം, സ്വാലിഹിന്റെ കൂടെ താമസിക്കണം, സ്വാലിഹായ മനുഷ്യന്റെ കൂടെ ജന്നത്തുൽ ബഖീയിലൊക്കെ ഖബറടക്കണമെന്ന് ദുആ ചെയ്യുന്നത് എന്തുകൊണ്ടാ? ഹജ്ജിന് പോകുമ്പോ മരിക്കണം, ഉംറയ്ക്ക് പോകുമ്പോ മരിക്കണം എന്ന് ദുആ ചെയ്യുന്നുണ്ടാ? സ്വാലിഹീങ്ങളെ അടക്കം ചെയ്തിരിക്കുന്ന ജന്നത്തുൽ ബഖീയിലൊക്കെ അടക്കപ്പെടാൻ വേണ്ടി. അതേസമയം നരകത്തിന്റെ തീ ആളിക്കത്തുന്ന മലക്കുകളുടെ ഇടിയും അടിയും ചവിട്ടൊക്കെ കിട്ടുന്ന ഒരവസ്ഥയിലേക്കുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് വെച്ചാൽ അപ്പുറത്ത് കിടക്കുന്ന മനുഷ്യന് സാലിഹാണെങ്കിലും ഇതിന്റെ ചൂടും ഇതിന്റെ ഇടിയും ഇതിന്റെ മുഴക്കവും ഇതിന്റെയൊക്കെ അവനിലും എത്തും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവന് പണിഷ്മെന്റായി, അല്ലേ,
വിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചിട്ട് മുഴുകുടിയനായി നടക്കുന്നവന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ജനാസയ്ക്ക് പോലും പോകാൻ പാടില്ലെന്നാണ് ഹദീസുകൾ കാണാം. സഹോദരങ്ങളെ, അവനുമായി യാതൊരു ബന്ധവും പാടില്ല. കല്യാണം ക്ഷണിച്ചോ? വേണ്ട. അവൻ രോഗിയായി കിടക്കുന്നു? വേണ്ട. അവൻ മരിച്ചോ? വേണ്ട. അവനെ കബറടക്കണോ? പള്ളിയുടെ ഏതെങ്കിലും മൂലയിൽ. കാരണം പള്ളി റെക്കാർഡിൽ അവന്റെ പേരുള്ളത് കൊണ്ട്. കാരണം ആ അവസ്ഥയിൽ മരിച്ചാൽ അവന്റെ ഈമാൻ തലയ്ക്ക് മുകളിൽ ഊരി നിൽക്കുമെന്ന് ശഫീഉൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അങ്ങനെയൊക്കെ തീരുമാനമെടുക്കുന്ന പള്ളികളിൽ ചില നിലയിലൊക്കെ ഒഴിവായി വരുന്നുണ്ട്. സഹോദരങ്ങളെ, മരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മൂലയിൽ അങ്ങനെയുള്ളൊരു സെക്ഷൻ മറ്റൊരു തൂങ്ങി മരിക്കുന്നവർക്ക്, വിഷടിച്ച് മരിക്കുന്നവർക്ക്, മദ്യം ഇങ്ങനെ കുടിച്ചു മരിക്കുന്നവർക്ക്, ഇവർക്ക് ആത്മഹത്യ ചെയ്യുന്നവർക്ക്, ഇവർക്ക് വേണ്ടി ഒരു സെക്ഷൻ തന്നെ മാറ്റിവെക്കുന്ന ചില പള്ളികളുണ്ട്. ഈ ഖബർസ്ഥാനിന്റെ മതിൽ കെട്ടിയതിന്റെ ഏതെങ്കിലും ഒരു കോണിലായിരിക്കും. മറ്റുള്ളവർ ഇങ്ങോട്ടേക്ക് അടക്കും. സ്വാലിഹീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല മദ്യം വെക്കുന്നവർ ആരെങ്കിലും ഈ ശബ്ദം ശ്രമിക്കുന്നെങ്കിൽ ഇന്നത്തോടുകൂടി നിർത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യശ്റുബന്നൽ ഖംറ. അല്ലാഹുവിലും പാരത്രിക ലോകത്തും വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ മദ്യപിക്കരുത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യജ്ലിസു അലാ മാഇദത്തിൻ യശ്റുബു അലൈഹൽ ഖംറ. അല്ലാഹുവിലും പാരത്രിക ലോകത്തും വിശ്വാസമുണ്ടെങ്കിൽ മദ്യം വിളമ്പുന്ന ഒരു സദസ്സ്, അത് വിവാഹത്തിന്റെ സദസ്സാകട്ടെ അല്ലെങ്കിൽ പാലുകാച്ചിന്റെ സദസ്സാകട്ടെ, ഏതൊരു സദസ്സുമാകട്ടെ, മദ്യം വിളമ്പുന്ന സദസ്സിൽ നിങ്ങൾക്ക് അല്ലാഹുവിലും പാരത്രിക ലോകത്തും വിശ്വാസമുണ്ടെങ്കിൽ ആ സദസ്സിൽ പോലും പോകരുതെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ ഇമാം തുബറാനി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് പറയാം. അല്ലാഹു സുബ്ഹാനഹു തആല ഇതിൽ ആരെങ്കിലൊക്കെ ഇതിന്റെ അഡിക്റ്റുകളായിട്ടുണ്ടെങ്കിൽ സ്വയം ഒന്ന് തീരുമാനിച്ചാൽ മതി. ഇല്ല, ഞാൻ കുടിക്കൂല എന്ന് സ്വയം തീരുമാനിച്ചാൽ നമുക്ക് നന്നാകാം. കൂട്ടുകാരെ നന്നാക്കിയെടുക്കാൻ നമുക്ക് നന്നാകാൻ കഴിയും. വിശുദ്ധമായ റമദാൻ പടിവാദക്കലാണ്. അതിൻ്റെ സന്ദേശവാഹകരായി, അതിൻ്റെ പൈലറ്റായി വിശുദ്ധമായ റജബ് നമ്മളിലേക്ക് വന്നു. അതിൻ്റെ ദിനരാത്രങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ